Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. Lazaro Academy, Aviation, Logistics and Paramedical, Payyanur, Mattanur. Glass Palace, MM Road, Pilathara, Kannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ പ്രധാന വാർത്തകൾ. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്ന പയ്യന്നൂരിലെ M. നാരായണൻകുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിലും ഗാന്ധി പാർക്കിലും വസതിയിലും നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. ചെറുതാഴം ശ്രീസ്തയിൽ മാതാവ് 2 കുട്ടികളുമായി കിണറിൽ ചാടി. ശ്രീസ്തയിലെ ധനജ്ഞയാണ് 2 കുട്ടികളുമായി കിണറിൽ ചാടിയത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡിലെ നടപ്പാത കയ്യേറിയുള്ള വാഹന പാർക്കിംഗ് തടയാനായി നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. ഏഴോം പഞ്ചായത്തിന്റെയും പഴയങ്ങാടി പോലീസിന്റെയും നേതൃത്വത്തിലാണ് വ്യാപാരികളുടെ സഹകരണത്തോടെ റോഡിലെ പ്രധാന കേന്ദ്രങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കിയതോടെ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഉപയോഗം വർദ്ധിച്ചുവെന്ന് കണക്ക്. എന്നാൽ പഴയ ഹെൽമറ്റ് തന്നെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികർ. വാർത്തകൾ വിശദമായി. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്ന പയ്യന്നൂരിലെ M. നാരായണൻകുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിലും ഗാന്ധി പാർക്കിലും വസതിയിലും നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ മഞ്ഞാച്ചേരി അടിയോടി വീട്ടിൽ ദേവി പിള്ളയാതിരി അമ്മയുടെയും കുന്നിയൂർ കേശവക്കുറുപ്പിന്റെയും മകനായ M. നാരായണൻകുട്ടി KSU യൂണിറ്റ് പ്രസിഡന്റായി ആരംഭിച്ച് പിന്നീട് സംഘടനയുടെ താലൂക്ക് ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ട്രഷററായി പ്രവർത്തിച്ചതിനുശേഷം നീണ്ട 16 വർഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1982 മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗമാവുകയും തുടർന്ന് KPCC നിർവാഹക സമിതി അംഗമായും പ്രവർത്തിച്ചു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ ജീവനക്കാരൻ, പിന്നീട് ഇതേ സംഘത്തിലെ ഭരണസമിതി അംഗം, പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം, കണ്ണൂർ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ, ജില്ലാ സഹകരണ ബാങ്ക്, സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ, പിലാത്തറ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ, കേരള ഗാർമെന്റ്സ് ചെയർമാൻ തുടങ്ങി വിവിധ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പൊതുദർശനത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സഹകരണ രംഗത്ത് വലിയ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ജില്ലയിലെ കോൺഗ്രസിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിന് നിർണായകമായ ഒരു സാന്നിധ്യമായി M. നാരായണൻകുട്ടി എന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു ചർച്ച വന്നാൽ ആ ചർച്ചയിൽ നാരായണൻകുട്ടി പറയുന്ന വാക്കുകളായിരിക്കും അടിസ്ഥാനപരമായി അതിൻ്റെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും തീരാ നഷ്ടമാണ് എന്നുള്ളതാണ് എനിക്ക്. തുടർന്ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ മുൻ MLA C. കൃഷ്ണൻ, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ് തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വേർപാട് പയ്യന്നൂരിൻ്റെ സാംസ്കാരിക രംഗത്ത് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം പയ്യന്നൂരിലെയും കണ്ണൂരിലെയും വലിയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. രാഷ്ട്രീയമായ എതിർചേരിയിൽ നിൽക്കുമ്പോൾ സൗഹൃദത്തിൻ്റെ ഒരു വിശാലമായ ആകാശം
അദ്ദേഹം ഞങ്ങൾക്കെല്ലാം പങ്കിട്ട് തന്നിരുന്നു. പയ്യന്നൂരിൻ്റെ ഒരു സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിൽ അതൊരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം. തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയിലും പൊതുദർശനം നടന്നു. പയ്യന്നൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് റിട്ടയർഡ് സെക്രട്ടറിയും പയ്യന്നൂർ വനിതാ സഹകരണ സംഘം പ്രസിഡന്റുമായ ടി വി ശോഭയാണ് ഭാര്യ. ശരത് നമ്പ്യാർ, ഡോക്ടർ വരുൺ നമ്പ്യാർ എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ശ്രീസ്തയിൽ മാതാവ് 2 കുട്ടികളുമായി കിണറിൽ ചാടി. ശ്രീസ്തയിലെ ധനജ്ഞയാണ് 2 കുട്ടികളുമായി കിണറിൽ ചാടിയത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരിവള്ളൂർ പെരളം പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച നിരവധി പേരെയും കന്നുകാലികളെയും കടിച്ച് പരിക്കേൽപ്പിച്ചെന്ന് കരുതുന്ന കുറുക്കൻ കൂവച്ചേരി കൊക്കാനി അമ്പുവിന്റെ പറമ്പിൽ ചത്ത നിലയിൽ. കണ്ണൂരിൽ നിന്നെത്തിയ പഗ്മാർക്ക് സംഘം കുറുക്കനെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ചൊവ്വാഴ്ച നിരവധി പേരെയും കന്നുകാലികളെയും കടിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് കരുതുന്ന കുറുക്കൻ പെരളം കൂവച്ചേരി കൊക്കാനി അമ്പുവിന്റെ പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തി. രാവിലെയാണ് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടത്. ഇത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂരിൽ നിന്നെത്തിയ പഗ്മാർക്ക് സംഘം കുറുക്കനെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പവിത്രൻ അന്നൂർക്കാരനും സംഘവുമാണ് കുറുക്കനെ ചാക്കിലാക്കി ആംബുലൻസിലേക്ക് കയറ്റിയത്. 2 ദിവസത്തിനുള്ളിൽ പേവിഷബാധയാണോ എന്നതിന്റെ ഫലം ലഭിക്കും. ഇന്നലെ ഉച്ച മുതൽ ഒരു പേയളകിയ കുറുക്കൻ നമ്മുടെ കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡിൽ 6 വീടുകളിലായി 8ഓളം കന്നുകാലികളെ കടിച്ച് വല്ലാത്ത നിലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അത് കൂടാതെ രാത്രി കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന കുഞ്ഞപ്പൻ എന്നൊരാളെയും കടിച്ച് വല്ലാത്ത നിലയിൽ വീട്ടിൽ കയറി വല്ലാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് പ്രദേശത്ത് ആകെ ഒരു ഭീകരാന്തരീക്ഷം. ഇന്ന് പ്രാദേശികമായിട്ട് സ്കൂളിന് അവധി കൊടുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ആളുകളെല്ലാം വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. ഭാഗ്യവശാൽ ഇന്ന് രാവിലെ പുലരുമ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത ഒരു പറമ്പിൽ ചത്ത് കിടക്കുന്നതായി കണ്ടു. വളരെ ആശ്വാസം വന്ന സ്ഥിതിയാണ് വന്നത്. ഇന്ന് രാവിലെ തന്നെ പ്രദേശത്തിലെ DYFIന്റെ യൂത്ത് ബ്രിഗേഡ് എന്ന് ഇറങ്ങാനും അതുപോലെ നാട്ടുകാരൊക്കെ സംഘടിച്ച് ഇറങ്ങി ഇതിന് ഒരു പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെല്ലാം എടുത്തതായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ നടപ്പാത കയ്യേറിയുള്ള വാഹന പാർക്കിംഗ് തടയുന്നതിനായി നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഏഴോം പഞ്ചായത്തിന്റെയും പഴയങ്ങാടി പോലീസിന്റെയും നേതൃത്വത്തിലാണ് വ്യാപാരികളുടെ സഹകരണത്തോടെ റോഡിലെ പ്രധാന കേന്ദ്രങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. എരിപുരം മുതൽ പഴയങ്ങാടി പാലം വരെയുള്ള നടപ്പാത കയ്യേറി വാഹനങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ പാർക്ക് ചെയ്തു പോകുന്നത് വലിയ ഗതാഗതക്കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് നടപ്പാത കയ്യേറിയുള്ള വാഹന പാർക്കിംഗ് ദുരിതം തീർക്കുന്നുണ്ട്. പഴയങ്ങാടിയിലെ നടപ്പാത കയ്യേറിയുള്ള കച്ചവടങ്ങൾ നീക്കം ചെയ്യാൻ ഏഴോം പഞ്ചായത്ത് അധികൃതർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനകീയ കൂട്ടായ്മയിൽ എരിപുരം മുതൽ പഴയങ്ങാടി പാലം വരെ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതെന്ന് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, പഴയങ്ങാടി SI K. സുഹേൽ എന്നിവർ പറഞ്ഞു. പഴയങ്ങാടിയിലെ ഗതാഗതക്കുരുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ വ്യാപാരികളും അതിലൊക്കെ ഒത്തിരിയേറെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ കുറേ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് കുറേയും കൂടെ ജനങ്ങളെ അബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും MLA മുൻകൈ എടുത്തുകൊണ്ട് ഒരു വിപുലമായ ഒരു ഗതാഗത പരിഷ്കരണം നടക്കാൻ പോകുന്നുണ്ടെന്നത് വളരെ സന്തോഷകരമാണ്. ഇന്ന് ഏഴോം പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ സ്ഥലം MLA ബഹുമാനപ്പെട്ട
സാന്നിധ്യത്തിൽ നോ പാർക്കിംഗ് ബോർഡുകൾ നമ്മുടെ പഴയങ്ങാടി ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ ഇന്നു മുതൽ പിഴ ഈടാക്കുമെന്ന് പഴയങ്ങാടി പോലീസ് അറിയിച്ചു. പഴയങ്ങാടിയിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാൻ യോഗം വിളിച്ചു ചേർക്കുമെന്ന് എം വിജിൻ MLA പറഞ്ഞു. പഴയങ്ങാടി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും നടപ്പാത കയ്യേറിയുള്ള സ്ഥിരമായ വാഹന പാർക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്താനും എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഇതിനായി ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, സന്നദ്ധ സംഘടനകൾ, വ്യാപാരികൾ, ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്ന് അധികൃതർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആലപ്പടമ്പ ദേവിയോട്ടുകാവ് ക്ഷേത്രം ബോർഡ് നശിപ്പിച്ചതായി പരാതി. ക്ഷേത്രം ഭാരവാഹികൾ പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. ആലപ്പടമ്പ് ദേവിയോട്ടുകാവ് ക്ഷേത്രം ബോർഡ് നശിപ്പിച്ചതായി പരാതി. ദേവിയോട്ടുകാവിലെ നേർച്ചകളും എല്ലാ അടിയന്തര കർമ്മങ്ങളും ചെയ്യുന്നതിന് അജേഷ് അന്തിത്തിരിയനെ ബന്ധപ്പെടുക, നേർച്ചകൾ അന്തിത്തിരിയനെ ഏൽപ്പിച്ച് രസീത് കൈപ്പറ്റുക, ദേവിയോട്ടുകാവിലെ ക്ഷേത്രത്തിന്റെ പേരിൽ വീടുകളിൽ പൂജകൾ ചെയ്യാറില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഭരണസമിതിക്കോ ദേവസ്വം ബോർഡിനോ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഭരണസമിതിയും ദേവസ്വം ബോർഡും അറിയിക്കുന്ന ബോർഡാണ് നശിപ്പിച്ചത്. ഇത് ഒരു തെയ്യത്തിനായാലും ഇത്ര വിശ, കാവുപ്പൂരിൻ്റെ വിശ ഇത്ര, ഇനി ഏത് കരിങ്കൽസത്തിന് ഇത്ര, എല്ലാറ്റിനും ഉണ്ട്. അതിപ്പോൾ അങ്ങനെ വെച്ചാൽ തോന്നിയ പോലെ പണിക്കുന്നതാണ്. ഒന്നും വേണ്ട പോലെ എല്ലാം പണിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ബോർഡ് വെക്കുന്നത്. ആ ബോർഡ് വെച്ചുകൊണ്ട് ചിലവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിക്കും നമ്മ. ക്ഷേത്രം ഭാരവാഹികൾ പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപ്പം അജേഷ് അന്തിത്തിരിനെ ഇപ്പോൾ ആർക്കും നമ്മളെ നാട്ടിൽ, ആലപ്പുഴ നാട്ടിൽ അറിയുന്നതല്ലാണ്ട് പുറത്തുള്ളവർക്ക് അറിയുന്നില്ല. ഈ പുറത്തു നിന്നാണ് ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ വരുന്നത്. അപ്പോൾ വരുമ്പം ഈ അന്തിത്തിരിൻ്റെ വീട് കുറച്ച് ദൂരമായതുകൊണ്ടാണ് ഇതിൽ ഇപ്പം നമ്മളെ ഈ ചുറ്റുപാടുമില്ലവർ മുതലെടുക്കുന്നത്. അവിടെ വീടുകളിൽ വലിയ എല്ലാവരുടെ വീടുകളിലും ഇപ്പം വലിയ പൂജകളും കർമ്മങ്ങളും നാട്ടിൽ നടക്കാത്ത എന്തെല്ലോ സംഭവങ്ങൾ നടക്കുകയാണ്. അങ്ങനെ മറികൊത്തൽ, തേങ്ങ ഉടച്ച് മറികൊത്തൽ, പിന്നെ എവിടെയുള്ള പ്രശ്നക്കാർ പലത് പറഞ്ഞിട്ട് ഈറൻ വസ്ത്രത്തിൽ വന്ന് ഇവിടെ തൂവണമെന്ന് പറഞ്ഞ് ഈറൻ വസ്ത്രത്തിൽ വന്ന് ആൾ തൂവുന്നുണ്ട്. നമ്മൾ സാധാരണ ഈറണ വസ്ത്രത്തിലും വെള്ളത്തിൽ മുങ്ങിച്ച് വന്നിട്ട് തൂവുന്ന സമ്പ്രദായം നമ്മൾ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ അത് ഈ മരിച്ചാൽ ബലികർമ്മത്തിനും അതിനെങ്കിലും മുങ്ങിക്കുളിച്ചിട്ട് ഇങ്ങനെ പോകുന്ന രീതി നമ്മൾ കണ്ടിട്ടു. സാധാരണ അത് വരെ ഇവിടെ ഇപ്പം നടക്കുന്നുണ്ട്. തോട്ടിൽ തുള്ളിയിട്ട് ആ ഈറം വസ്ത്രത്തോട് വന്നിട്ട് പൂജ കഴിക്കുന്ന സമ്പ്രദായം ആ രീതിയിലെല്ലാം കഴിക്കുന്നത്. അത് നമ്മളെ ക്ഷേത്രത്തിലല്ല, ഈ വീടുകളിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനെല്ലാം എതിരായിട്ട് നമുക്ക് ഇവിടെ ക്ഷേത്രത്തിലേക്ക് അന്തിത്തിരിഞ്ഞാണെങ്കിൽ നിത്യദീപം കത്തിക്കുക, അങ്ങനെയെല്ലാം അന്തിത്തിരിഞ്ഞ് കിട്ടേണ്ട ഒരു വരുമാനം മറ്റുള്ളവർ അടിച്ചു കൊണ്ടുവന്ന രീതിയിലേക്കാണ് ഇവിടെ വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കിയതോടെ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഉപയോഗം വർദ്ധിച്ചുവെന്നാണ് കണക്ക്. എന്നാൽ പഴയ ഹെൽമറ്റ് തന്നെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികർ. അംഗീകാരമുള്ള ISI മുദ്ര പതിച്ച പഴയ ഹെൽമറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇരുചക്ര വാഹനയാത്രയിൽ 2 യാത്രക്കാരും ഹെൽമറ്റ് വെക്കണമെന്നത് മോട്ടോർ വാഹന നിയമമാണെങ്കിലും അടുത്ത കാലത്ത് പരിശോധനയും നിരീക്ഷണ ക്യാമറയും വ്യാപകമായതോടെ ഹെൽമറ്റ് സർവീസ് ഗ്രാമങ്ങളിലും സജീവമായി. ഗ്ലാസ് മാറ്റിയിടുക, ക്ലിപ്പും അപ്ഹോസ്റ്ററിയും അറ്റകുറ്റപ്പണി നടത്തിയോ മാറ്റിയിടുകയോ ചെയ്യുക എന്നതാണ് പാതയോരത്തെ സർവീസ് കേന്ദ്രങ്ങളിൽ ചെയ്തു കൊടുക്കുന്നത്. 100 രൂപ മുതൽ 500 രൂപ വരെ ചെലവഴിച്ചാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ഹെൽമറ്റിന്റെ ചിൻ സ്ട്രാപ്പ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവരെ പോലും പിടികൂടി പിഴയടക്കാൻ തുടങ്ങിയതോടെ ഹെൽമറ്റ് സർവീസ് കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പോലീസിനെ ഭയന്നല്ല ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടത്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന ചിന്ത ഇരുചക്ര വാഹന യാത്രക്കാർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് അധികൃതർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഖാദി തൊഴിലാളികളുടെ ക്ഷേമനിധിയിലും പെൻഷനിലുമുള്ള ചില നിയമവ്യവസ്ഥകൾ തൊഴിലാളികളെ ഗുരുതരമായി ബാധിക്കുന്നു. ഖാദി തൊഴിലാളികളുടെ പെൻഷൻ വ്യവസ്ഥകൾ ആകർഷകമായ രീതിയിൽ പരിഷ്കരിക്കണമെന്നും തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നു. കാണാം ഖാദി മേഖല നേരിടുന്ന വെല്ലുവിളികൾ. വാർത്താ പരമ്പരയുടെ 3ാം ഭാഗം. ാണ് ഖാദി തൊഴിലാളികൾക്കായി ക്ഷേമനിധി നിലവിൽ വന്നത്. തൊഴിലാളിയുടെ കൂലിയുടെ 12% വെൽഫെയർ ഫണ്ടിലേക്ക് അടയ്ക്കണം.
ഒപ്പം 12% ഖാദി സ്ഥാപനങ്ങളും 12% സർക്കാരുമാണ് വെൽഫെയർ ഫണ്ട് ഇനത്തിൽ നൽകേണ്ടത്. എന്നാൽ ഖാദി സ്ഥാപനങ്ങൾക്ക് പ്രസ്തുത തുക അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണിപ്പോൾ. സാമ്പത്തിക പ്രതിസന്ധി കാരണം 4 വർഷത്തിലേറെയായി വെൽഫെയർ തുക അടയ്ക്കാത്ത സ്ഥാപനങ്ങളുണ്ട്. പിരിയുമ്പോൾ വെൽഫെയർ ഫണ്ടിലുള്ള മുഴുവൻ തുകയുടെ പകുതി തൊഴിലാളിക്ക് തിരിച്ചു നൽകും. സ്ഥാപനങ്ങൾ കൃത്യമായി അടയ്ക്കാത്ത കാരണം ഏറെ വൈകി മാത്രമാണ് തൊഴിലാളിക്ക് തുക ലഭിക്കുന്നത്. തുക അടച്ചു കഴിഞ്ഞാലും അപേക്ഷ ക്ഷേമനിധി ബോർഡിൽ എത്തിയാലും അവിടെ 1 വർഷത്തിലേറെ കാലതാമസം വരുന്നുവെന്ന് വിരമിച്ച തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. പിരിയുമ്പോൾ വെൽഫെയർ ഫണ്ടിലെ പകുതി തുക തൊഴിലാളിക്ക് നൽകിക്കഴിഞ്ഞ് ബാക്കി വരുന്ന പകുതി തുകയ്ക്കാണ് അവർക്ക് പെൻഷൻ നൽകുന്നത്. പെൻഷൻ വേണ്ടെന്ന് വെച്ചാൽ വെൽഫെയർ ഫണ്ടിലെ മുഴുവൻ തുകയും തൊഴിലാളിക്ക് വാങ്ങാം. 1600 രൂപയാണ് ഖാദി തൊഴിലാളിക്ക് 1 മാസം പെൻഷനായി ലഭിക്കുന്നത്. 10 വർഷം സർവീസുള്ള തൊഴിലാളിക്കും 40 വർഷം സർവീസുള്ള തൊഴിലാളിക്കും ഒരേ തുകയാണ് പെൻഷനായി നൽകുന്നത്. 10,000 രൂപ ക്ഷേമനിധിക്കായി മാറ്റിവെക്കപ്പെട്ടയാൾക്കും 50,000 രൂപ മാറ്റിവെക്കപ്പെട്ടയാൾക്കും 1600 രൂപ തന്നെയാണ് പെൻഷൻ തുകയായി ലഭിക്കുന്നത്. കാര്യങ്ങൾ ഈ വിധത്തിലായതിനാൽ വിരമിച്ച തൊഴിലാളികളിൽ മിക്കവരും വെൽഫെയർ ഫണ്ടിലെ മൊത്തം തുക വാങ്ങിച്ച് ഖാദി പെൻഷൻ വേണ്ട എന്ന് വെക്കുകയാണിപ്പോൾ. 10 വർഷത്തിനു മുകളിൽ സർവീസുള്ള തൊഴിലാളിക്ക് തുടർന്ന് ജോലി ചെയ്യുന്ന ഓരോ വർഷവും 20 രൂപ മിനിമം പെൻഷനോട് കൂട്ടി വർദ്ധിപ്പിച്ച് നൽകണമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഖാദി തൊഴിലാളിക്ക് PF ഇല്ല. ഇതിനു പകരമായി നൽകി വരുന്ന ആനുകൂല്യമാണ് വെൽഫെയർ ഫണ്ട്. ഖാദി പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷന് അപേക്ഷിക്കാൻ അനുവാദമില്ല. എന്നാൽ PF പെൻഷൻ വാങ്ങുന്ന മറ്റു തൊഴിലാളികൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. 18 വയസ്സിൽ ഒരു തൊഴിലാളി ജോലിയിൽ പ്രവേശിച്ചാൽ 60 വയസ്സിലാണ് പിരിയുന്നത്. 30 കൊല്ലത്തെ സർവീസ് കാലയളവ് വരെ മാത്രമേ വെൽഫെയർ ഫണ്ട് പിരിക്കേണ്ടതുള്ളൂ എന്ന വ്യവസ്ഥയുണ്ട്. ഇതുകാരണം തൊഴിലാളികൾക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത്. 30 വർഷത്തിനു ശേഷം തൊഴിലാളിയിൽ നിന്ന് വെൽഫെയർ ഫണ്ട് പിടിക്കാത്തത് കാരണം തൊഴിലാളിക്ക് സ്ഥാപന വിഹിതവും ക്ഷേമനിധി ബോർഡിന് സർക്കാർ വിഹിതവും നഷ്ടമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റെല്ലാ തൊഴിൽ മേഖലകളിലും തൊഴിലാളികളുടെ പെൻഷൻ പ്രായം വരെയാണ് PF ആനുകൂല്യം നൽകുന്നത്. എന്നാൽ ഖാദി മേഖലയിൽ മാത്രമാണ് 30 വർഷമെന്ന വിചിത്രമായ നിബന്ധനയുള്ളത്. അതുകൊണ്ട് തന്നെ ഖാദി തൊഴിലാളികളുടെ പെൻഷൻ വ്യവസ്ഥകൾ ആകർഷകമായ രീതിയിൽ പരിഷ്കരിക്കണമെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം. ഏതാനും ദിവസങ്ങൾക്കകം പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ നൂൽപ്പ് കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം വരും. അത്തരത്തിലൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവിടെ നെയ്ത്ത് മേഖല സ്തംഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കാര്യങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഖാദി ബോർഡിൻ്റെ അധികാരികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമായ നടപടികൾ ഇന്ന് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഖേദകരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ 4.5 വർഷമായി വികസന പ്രവർത്തനങ്ങളിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പിന്നോട്ടടിക്കുകയാണെന്ന് UDF വലിയപറമ്പ് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പോലും തങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുകയാണെന്നും UDF ആരോപണമുന്നയിച്ചു. വനിതാ ഘടക പദ്ധതിയിൽ ഹരിതകർമ്മസേന വെസൽ യൂണിറ്റുകൾക്കായി 2023-24 വർഷം അനുവദിച്ച തുക വിനിയോഗിച്ചതിൽ ന്യൂനത ചൂണ്ടിക്കാട്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതെന്നും UDF വലിയപറമ്പ് പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. ഇതിനനുവദിച്ച 4.5 ലക്ഷം രൂപ സസ്പെൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തതായി UDF നേതാക്കൾ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇത് ചൂണ്ടിക്കാട്ടുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉത്തരവാദികളാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നതായും UDF ആരോപിച്ചു. 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ഇടയിലക്കാട്ടിലെ ബഡ്ജറ്റ് സ്കൂൾ 5 വർഷം പൂർത്തിയാകുമ്പോഴും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 10ഓളം വിദ്യാർത്ഥികളാണ് സ്കൂളിലെത്താൻ വലിയപറമ്പ് പഞ്ചായത്ത് പരിധിയിൽ തയ്യാറായിട്ടുള്ളത്. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുകയെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. എംപ്ലോയ്മെന്റ് വഴി അധ്യാപികയെ ഈ മാസം നിയമിച്ചെങ്കിലും ആയിയുടെ നിയമനം നടത്തിയിട്ടില്ലെന്നും പഞ്ചായത്തിൽ ഗതാഗത സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളുമൊന്നും ഈ ഭരണകാലത്ത് നടന്നിട്ടില്ലെന്നും UDF നേതാക്കൾ ആരോപിച്ചു. മാടക്കാൽ കടവിൽ അനുവദിച്ച ഗ്രാൻമ കടത്തുബോട്ട് വർഷങ്ങളായി കട്ടപ്പുറത്താണെന്നും UDF നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് UDF ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല, ജനറൽ കൺവീനർ K അശോകൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MD അബ്ദുൾ ജബ്ബാർ, PK അബ്ദുൾ ഷുക്കൂർ ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ M അബ്ദുൾ സലാം, C ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പരിയാരം ഏരിയ സമ്മേളനം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം P പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പരിയാരം ഏരിയ സമ്മേളനം
മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സമ്മേളനങ്ങളൊക്കെ കടന്നു പോകുന്നത്. നമ്മുടെ മേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഈ സമ്മേളനം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്ത് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 1:30 ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുന്ന കാലഘട്ടമല്ല. നിരന്തരമായ പോരാട്ടങ്ങൾ എല്ലാ മേഖലയിലും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ പരിഹാരത്തിന്റെ വിഷയമാണെങ്കിലും ശരി, മറ്റെല്ലാ വിഷയങ്ങളാണെങ്കിലും ശരി, ആ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പം കഴിഞ്ഞ 22-ാം തീയതി നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി VS മരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മാറ്റിവെച്ചു, നമ്മളൊരു ധാരണ മാറ്റിവെച്ചു. ആ രീതിയിൽ വലിയ പ്രക്ഷോഭം, അതിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് സമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. പ്രക്ഷോഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ മേഖലയിൽ വലിയ പ്രശ്നമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോഴിക്കോടും ആലപ്പുഴയും നമ്മൾ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭം നമ്മുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ്. KGNA ഏരിയ പ്രസിഡന്റ് K രഞ്ജിമ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി TT ഖമറുസമാൻ, ജില്ലാ സെക്രട്ടറി KV പുഷ്പജ, സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു S, ജില്ലാ സെക്രട്ടറി സീന PR എന്നിവർ സംസാരിച്ചു. സർക്കാർ ഏറ്റെടുത്ത് 6 വർഷം കഴിഞ്ഞിട്ടും സാങ്കേതികമായ തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഴ്സിംഗ് ജീവനക്കാരുടെ ആകിരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നതിൽ സമ്മേളനം കനത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ സമരപരിപാടികളിലേക്ക് കടക്കുവാൻ KGNA പരിയാരം ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. പ്രസിഡന്റായി അശ്വതി മോഹനെയും സെക്രട്ടറിയായി K രഞ്ജിമയെയും ട്രഷററായി KV സനില എന്നിവരെയും പുതിയ ഭാരവാഹികളായി സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. എല്ലാ പഞ്ചായത്ത് CDSകളുടെയും ഭാഗമായി കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, കർക്കിടക മാസം പൊതുവെ നമ്മുടെ മുൻപുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട, ഇടപെടലുകൾ നടത്തേണ്ട ഒരു മാസം എന്ന നിലയിലാണ് കർക്കിടക മാസം പൊതുവെ കാണുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ പലതരത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മരുന്നുകളായാലും ജീവിതചര്യകളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഈ തരത്തിലൊരു നിർദ്ദേശം താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡ്, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിലേറെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി കർഷകരുള്ള നിരവധി കുടുംബശ്രീ അംഗങ്ങളുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ്. വൈസ് പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ, വാർഡ് മെമ്പർ NV പ്രീത, CDS ചെയർപേഴ്സൺ ബിന്ദു KG തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ അവസാന വാരം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. 2025 വർഷത്തെ മാടായി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ അവസാന വാരം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി യോഗം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, SMC ചെയർമാൻ PP ദാമോദരൻ,
AO ഡോക്ടർ KKP സംഗീത, DPO രാജേഷ് കടന്നപ്പള്ളി, BPC MV വിനോദ് കുമാർ, വാർഡ് മെമ്പർ ബേബി മനോഹരൻ, PTA പ്രസിഡന്റ് PV രാജേഷ്, പ്രിൻസിപ്പാൾ K സന്തോഷ് കുമാർ, പ്രധാനാധ്യാപിക ലിൻഡാമ്മ ജോൺ, മുൻ PTA പ്രസിഡന്റ് TV ചന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, HM ഫോറം കൺവീനർമാർ എന്നിവർ സംസാരിച്ചു. വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ദത്ത് ഗ്രാമത്തിലെ നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. ഇവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു നൽകി. സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വെച്ച് നൽകണമെന്ന വലിയ ആഗ്രഹവും NSS യൂണിറ്റിനുണ്ട്. ഇതിനോടകം തന്നെ വ്യത്യസ്തമായ സേവന പ്രവർത്തനങ്ങളാണ് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടത്തിയിട്ടുള്ളത്. സ്കൂളിനോട് ചേർന്നുള്ള ദത്ത് ഗ്രാമത്തിലെ നിർധന കുടുംബങ്ങൾക്ക് ഇവർ കൈത്താങ്ങാകുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് വീട്ടിലെത്തിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം വരെ ഓരോ മാസവും ദത്ത് ഗ്രാമത്തിലെ നിർധന കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ കിറ്റ് എത്തിച്ചു നൽകും. ഓരോ വീടുകളിലും പച്ചക്കറി കൃഷി ആരംഭിക്കാനുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന തുമ്പപ്പൂക്കൾ നട്ടുവളർത്തുന്നുണ്ട്. സ്വന്തമായി വീടില്ലാത്ത ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകണമെന്ന വലിയൊരു ആഗ്രഹവും ഇവർക്ക് മുന്നിലുണ്ട്. ഈ വർഷത്തെ കൈത്താങ്ങ് പദ്ധതിയുടെ ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. അതുകൊണ്ടുകൂടിയാണ് മാഷ് പറഞ്ഞു വിടുന്നത് ഈ പരിപാടിയുടെ ഭാഗമായത്. തീർച്ചയായും സ്കൂളിൽ NSSന്റെ പ്രവർത്തകരാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ NSS ഗീതം ചൊല്ലിയതുപോലെ എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളാണ് തീർച്ചയായും NSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സ്. അതോടൊപ്പം അവർ സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് പരസ്പരം മനുഷ്യരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ മനസ്സുള്ളവരായി നാടിനു വേണ്ടി സന്നദ്ധ പ്രവർത്തകരായി ഉൾപ്പെടെ സ്കൂളിനും നാടിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായും ആ നിലയിൽ ആ മനസ്സിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഞങ്ങൾ NSSന്റെ ഭാഗമായത്. പ്രിൻസിപ്പൽ CC ജ്യോതി, പ്രോഗ്രാം ഓഫീസർ P. ബഷീർ, ഹെഡ് മാസ്റ്റർ E. സുബേർ, NSS ലീഡർ ഷാനിബത്ത് മഠത്തിൽ, AV ഷാഹിബ്, P. വൈഗ, K. ഷിഫാന തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഈഗിൾ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് 2025 ലസാറ അക്കാദമി ഡയറക്ടർ ജോബി KP കരസ്ഥമാക്കി. ദുബായിൽ നടന്ന ചടങ്ങിൽ ജോബി KP അവാർഡ് ഏറ്റുവാങ്ങി. പ്രമുഖ ബിസിനസ് സംഘടനയായ ഈഗിൾ ബിസിനസ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഈഗിൾ ഗ്ലോബൽ മീറ്റ് ആൻഡ് അവാർഡ്സ് 2005 ദുബായ് ആൻഡ് ബേഗു എന്ന ആഗോള സമ്മേളനത്തിൽ ലസാറോ അക്കാദമി ഡയറക്ടർ ജോബി KP ഈഗിൾ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് 2005 കരസ്ഥമാക്കി. ദുബൈയിലെ ഹോട്ടൽ മൂവിൻ പീക്ക് ഗ്രാൻഡ് AA ബസ്നയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് V-Fly7 ഏവിയേഷന്റെ സ്ഥാപകനും CEOയുമായ അലി അൽ അമീമി അവാർഡ് നൽകി. പ്രശസ്ത ബിസിനസ് കോച്ചും ഈഗിൾ ഗ്ലോബൽ മീറ്റ് സ്ഥാപകനുമായ ഷമീം റഫീഖ് ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പച്ചക്കറികൾക്ക് തീവിലയുള്ള സമയമാണിത്. എന്നാൽ തൊടിയിൽ ആർക്കും വേണ്ടാതെ നശിച്ചു പോവുകയാണ് ചുണ്ടങ്ങ. പഴയകാലത്ത് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചുണ്ടങ്ങ. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങരുത് എന്നത് നമ്മുടെ നാടൻ പ്രയോഗമാണ്. എന്നാൽ നമ്മളിൽ പലർക്കും ചുണ്ടങ്ങയെ അത്ര പരിചയം കണ്ടു എന്ന് വരില്ല. ഇതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അല്പം ചുണ്ടങ്ങ വിശേഷങ്ങൾ കേൾക്കാം. വെളുപ്പ് കലർന്ന ഭംഗിയുള്ള പൂക്കൾ നിറഞ്ഞതും മുള്ളുകളുള്ളതുമായ ഒന്നാണ് ചുണ്ടങ്ങ. ചുണ്ടങ്ങ ഭക്ഷ്യയോഗ്യമാണ്. പല നിറങ്ങളുള്ള ചുണ്ടങ്ങ നാട്ടിൻപുറങ്ങളിൽ കാണാം. ഈ ചെടി 1 മീറ്റർ വരെ ഉയരത്തിൽ ശാഖോപശാഖകളായി വളർന്ന് പന്തലിക്കുന്നു. ഒരു കുലയിൽ ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകും. ചെറുതും ഉരുണ്ടതുമായ ചുണ്ടങ്ങ മികച്ച ഒരു ഭക്ഷ്യവസ്തുവാണ്. ഇത് ആൾക്കാർ ഇതിനെ ഒരു നല്ല ശരിയായ വിധത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കായ്കൾ എന്ന് പറഞ്ഞാൽ നല്ല കൊണ്ടാട്ടം, ചുണ്ടങ്ങ കൊണ്ടാട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടമാണ്. എന്താണെന്ന് പറഞ്ഞാൽ കായ് പറിച്ച് അതിൽ അരി കളഞ്ഞ് മോരിലിട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ഔഷധമായിട്ടും നല്ലൊരു കറിയായിട്ടും അത് ഉപകരിക്കും. അധികം മൂപ്പെത്താത്ത ചുണ്ടങ്ങ പിളർന്ന് അതിലെ വിത്ത് കളഞ്ഞ് കഴുകി ഉണക്കി കൊണ്ടാട്ടമാക്കാം. വേരുകൾ ഔഷധ നിർമ്മാണത്തിൽ ഉപയോഗിക്കാറുണ്ട്. പച്ചക്കറികൾക്ക് തീവിലയുള്ള കാലമാണിത്. പഴയകാലത്ത് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചുണ്ടങ്ങയും മറ്റും. ഇത്തരം കായ്കളെ ഉപയോഗപ്പെടുത്താൻ നാം ശീലിക്കേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
വേങ്ങയിൽ കാനായി LP സ്കൂളിൽ നാട്ടുവൈദ്യാചാര്യൻ കുന്നത്ത് നാരായണൻ വൈദ്യരുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞിയും പത്തിലത്തോരനും തയ്യാറാക്കി നൽകി. ഇലയറിവ് ബോധവൽക്കരണ ക്ലാസും നടന്നു. വേങ്ങയിൽ കാനായി LP സ്കൂളിൽ നാട്ടുവൈദ്യാചാര്യൻ കുന്നത്ത് നാരായണൻ വൈദ്യരുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞിയും പത്തിലത്തോരനും തയ്യാറാക്കി നൽകി. തുടർന്ന് ഇലയറിവ് ബോധവൽക്കരണ ക്ലാസും നടന്നു. 11ാം വാർഡ് കൗൺസിലർ P. ഭാസ്കരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റർ CV ശ്രീജയ, PTA പ്രസിഡന്റ് E. രാമചന്ദ്രൻ, പയ്യന്നൂർ BRC ട്രെയിനർ ശ്രീജ TCV, മുൻ AEO P. രാമദാസൻ മാസ്റ്റർ, അധ്യാപികമാരായ ബിന്ദു കെ, സീമ PV, രമ്യ P, അജിത, ലതീഷ് TP, ആഷ്മിയ ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ വിധി പ്രകാരം ഔഷധ സേവയ്ക്ക് ഏറ്റവും നല്ല മാസമാണ് കർക്കിടകം. ശരീരപുഷ്ടിക്ക് പ്രത്യേക ചേരുവകൾ ചേർത്തുള്ള കർക്കിടക കഞ്ഞിയും കർക്കിടക മരുന്നും ഇന്നും മലയാളികളുടെ ആരോഗ്യ സംരക്ഷണ ശീലങ്ങളിലൊന്നാണ്. ഈ സമയത്ത് നല്ല ഭക്ഷണം, ഔഷധ സേവ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിശദീകരണവും ഇലയറിവ് ബോധവൽക്കരണ ക്ലാസും കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്ന പയ്യന്നൂരിലെ M. നാരായണൻകുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിലും ഗാന്ധി പാർക്കിലും വസതിയിലും നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. ചെറുതാഴം ശ്രീസ്തയിൽ മാതാവ് 2 കുട്ടികളുമായി കിണറിൽ ചാടി. ശ്രീസ്തയിലെ ധനജ്ഞയാണ് 2 കുട്ടികളുമായി കിണറിൽ ചാടിയത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡിലെ നടപ്പാത കയ്യേറിയുള്ള വാഹന പാർക്കിംഗ് തടയാനായി നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. ഏഴോം പഞ്ചായത്തിന്റെയും പഴയങ്ങാടി പോലീസിന്റെയും നേതൃത്വത്തിലാണ് വ്യാപാരികളുടെ സഹകരണത്തോടെ റോഡിലെ പ്രധാന കേന്ദ്രങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കിയതോടെ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഉപയോഗം വർദ്ധിച്ചുവെന്ന് കണക്ക്. എന്നാൽ പഴയ ഹെൽമറ്റ് തന്നെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.